അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ സുഹുദിന്റെ ശ്രേഷ്ഠത്തെ വിവരിക്കുന്ന 55-ാമത്തെ ഭാഗം. ഇന്നത്തെ ഹദീസ് 465-ാമത്തെ ഹദീസ് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുക. ഈ ഹദീസിൽ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലൊരു സംഭവം. ഉഹുദ് പർവ്വതായിട്ടുണ്ട്. മദീനത്തെ 4 കിലോമീറ്റർ ദൂരത്തുള്ള ആ ഉഹുദ് പർവ്വത വലിയ പർവ്വതമായിട്ട് നീണ്ടു നിൽക്കുന്ന പർവ്വതമായിട്ട് ഉഹുദ് പർവ്വതം. അതിലെ മുട്ടെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലേ, ഈ ഉഹുദ് പർവ്വതത്തെത്ര ಬಂಗಾರನ എൻ്റെ കയ്യിലിಂತು അത്ര ಬಂಗಾರನ എൻ്റെ കയ്യിലുണ്ടു. എന്നിട്ട് 3-4 കളിയിടുന്നത് ഞാൻ ഇഷ്ടപ്പെടലേ ചെന്നെങ്കിൽ അതിൽ ನಾನು 3-4 തുൽക്ക് എല്ലാം കൊടുത്ത് സദക്കയാക്കി ഞാൻ തീർക്കുക. പിന്നെ ബെച്ചൊല്ലതിന്നെങ്കിൽ കടബീട്ടൊകിന്ന ആവശ്യത്തിക്ക് മാത്രം ആ ബെച്ചൊല്ലു അല്ലാണ്ട് ബാക്കിയൊന്നും ഞാൻ ബെച്ചൊല്ലല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ച ഹദീസ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അവിടെ നിപ്പാട്ടിട്ട് പോയതും അപ്പുറം ശബ്ദം കേട്ടതെല്ലാം ഉണ്ട്. അപ്പോൾ തിരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹു ചെന്നു ഇവിടെ പന്തൊകത്തീർ ഇവിടെ മേനിക്കണം പോയിട്ട് തൽ പാർത്തിട്ട് വന്ന് ഈ പോയൽ പിന്നെ ഒരു ശബ്ദം കേട്ട് അബൂദർ റളിയല്ലാഹു അൻഹു പേടിച്ചു പോയിട്ട് നബിക്ക് എന്താ ആയമാണ്ട് പോണ്ടായിട്ട് വിചാരിച്ചിട്ട്. അപ്പോൾ നബിയുടെ പലക്ക ഓർമ്മയത്ത് ഇവിടെ പന്ത തീരാണ്ടല്ലേ ചെന്നത്, പന്തില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടാകുമ്പോൾ ഒരു ശബ്ദം കേട്ടല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് നബി തങ്ങളൊട്ട് ചൊല്ലിയ ഒരു വിഷയം ആ ഇറങ്ങി വരുമ്പോഴത്തും ഉണ്ടായ ഒരു ശബ്ദമായിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് നല്ല ഈമാനോട് കൂടെ ഒരാൾ മരിച്ചാൽ അവൻ സ്വർഗത്ത് പ്രവേശിക്കും. ദോഷങ്ങൾ ഇന്നേൻ കണ്ടെങ്കിലും തപ്പ് ചെയ്തേൻ കണ്ടെങ്കിലും അവൻ സ്വർഗത്തേക്ക് പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു കൊടുക്കുക. ആ ഹദീസായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഹദീസൊക്കെ പ്രവേശിക്കാം. നാളെ ചാനലിലേക്ക് പുതിയ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാം. വൻ അബൂദർ റളിയല്ലാഹു അൻഹു ഖാല, അബൂദർ റളിയല്ലാഹു അൻഹു ചൊല്ലു, കുന്തു നാനായിട്ടിന്നെ അംഷി നടന്നുകൊണ്ടിരുന്ന മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഫി ഹർറത്തിൻ ചെന്നെങ്കിൽ മദീനയിലുള്ള ആ കറുത്ത കല്ലുള്ള ഭൂമിയിലൂടെ കൂടെ. ഫി ഹർറത്തിൻ ബിൽ മദീന മദീനയിൽ ആ കറുത്ത കല്ലുള്ള ആ ഭൂമിയിലൂടെ കൂടെ നബി തങ്ങളൊട്ടുക നടന്നു പോയോണ്ടിന്നെ. ഫസ്തഖ്ബലന ഉഹുദുൻ, അപ്പം ഞങ്ങൾക്ക് എതിരിൽ ഏത് കണ്ടെത്ത് ഉഹുദ്, ഞങ്ങൾ എതിർക്ക് ഉഹുദ് പർവ്വതയിത്ത്. ഫഖാൽ, അപ്പം നബി തങ്ങൾ ചെന്ത്, യാ അബൂദർ യാ അബൂദർ കുൽത്തു നാ ചെന്ന് ലബ്ബൈക യാ റസൂലല്ലാഹ്. നബി വിളിച്ചൻ കണ്ട സ്വഹാബാക്കൾ ലബ്ബൈക്ക് ചൊന്നേന്, അള്ളാഹിൻ്റെ റസൂലെ നിങ്ങൾ വിളിക്ക് ഞങ്ങൾ ഉത്തരത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഹജ്ജ് പോയങ്ങളെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ചൊല്ലേ, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തര തന്നുകൊണ്ടുള്ള. അപ്പം നബി വിളിച്ചെങ്കിൽ ലബ്ബൈക്ക് യാ റസൂൽ അല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ നിങ്ങൾ വിളിക്ക് ഉത്തര തന്നുകൊണ്ടുള്ള. ഫഖാൽ, അപ്പം നബി തങ്ങൾ ചെന്ന്, മാ യസൂറുനി എന്നെ സന്തോഷിപ്പിക്കുന്നില്ല, അന്ന ഇന്തി എൻ്റെ അടുക്കൽ ഉണ്ടാകല്ലേ, മിഥല ഉഹുദ് പർവ്വതം പോലെ, ഈ ഉഹുദ് പർവ്വതം പോലെ, ദഹബൻ സ്വർണ്ണമാ ഉണ്ടാകല്ലേ, തംളി അലയ്യ എൻ്റെ മേൽ കഴിഞ്ഞു കിടക്കുന്നു, സലാസത്ത് അയ്യാമിൻ 3 ദിവസം, വൈന്തി എൻ്റെ അടുക്കലുണ്ട്, മിൻഹു അതിൽ നിന്ന് ഒരു ദീനാറുണ്ട്. ഈ ചൊന്നതിൻ്റെ അർത്ഥം നിറവത്തായിട്ടാണ്. ആ പദങ്ങളെ ഞാൻ അർത്ഥം വെച്ചാണ് ചില ഹദീസിലെ കിതാബ് നോക്കിയിട്ട് ആൾമാരുന്നെങ്കിൽ പദങ്ങൾക്ക് അർത്ഥം വെച്ച് ഈ ഉഹുദ് പർവ്വതത്തര ബംഗാർ എന്നിട്ട് ആ ബംഗാറിൽ നിന്ന് അത് അത്ര ബംഗാർ എന്നിട്ട് 3-4 കഴിഞ്ഞിട്ടും അതിലേതെങ്കിലും ഒരു തെല്ല് ബാക്കിയാവുകയും ചൊല്ലത് എൻ്റെ കൊശിപ്പെടുത്തില്ല ചെന്നെങ്കിൽ എല്ലാം 3 ഞാൻ കൊടുത്ത് തീർക്കുക, ബാക്കി വെക്കാൻ. ഇല്ല ഷെയ്യുൻ ഉറുസിദൂലിദൈനിൻ, കടത്തുക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചെടുത്ത് വിട്ടിട്ടു. ഇല്ല ഷെയ്യുൻ ഒരു ഷെയ് ഒഴികെ ഉറുസിദു ഞാൻ അതിന് എടുത്തു വെക്കുന്നു ലിദൈനിൻ കടത്തിന് വേണ്ടി. ഇല്ലാൻ അഖൂല ബിഹി അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ, ഫി ഇബാദില്ല അള്ളാഹിൻ്റെ അടിമകളിൽ, ഹാക്കഥ 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 ചെന്നേത അൻ യമീനി ബലഭാഗം വാൻ ഷിമാൽ ഇടഭാഗം അൻ ഖൽഫി പിൻഭാഗം. അതായത് ഇതങ്ങ കൊടു, ഇതിങ്ങ കൊടു, ഇതിങ്ങ കൊടു, ഇങ്ങെല്ലാവർക്കും ഞാൻ കൊടുത്തു തീർക്കുവാൻ. സുമ്മസാറ
പിന്നെ നബിത്തങ്ങൾ മുന്നുള്ള നടന്നു. ഫക്കാൽ എന്നിട്ട് ചെന്ന് ഇന്നൽ അക്താരീന ഹുമുൽ അക്കല്ലൂന യൗമൽ ഖിയാമ, ദുനിയാവിൽ സ്വരേ സ്വത്തും സമ്പത്തിനങ്ങ ആഖിറത്തിൽ പിന്നെ ഇത് പ്രതിഫലം കുറഞ്ഞങ്ങായിട്ടില്ല. ഇല്ലാമൻ ഒരുത്തനൊഴികെ കാല അവൻ പറഞ്ഞു ബിൽ മാലി മുതൽ കൊണ്ടവൻ പറഞ്ഞു ഹാക്കഥ വഹാക്കഥ വഹാക്കഥ, അവൻ്റെ സ്വത്ത് കൊണ്ട് ഇങ്ങനെ 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 ആക്കിയവൻ വിട്ടിട്ടു. ആ ചോദ്യത്തിൻ്റെ അർത്ഥം അവന് സ്വത്തും സമ്പത്തിൻ്റെ അങ്ങ് ആഖിറത്തിൽ ഇബാദത്ത് കുറഞ്ഞങ്ങ. പക്ഷേ അങ്ങനെ സ്വത്തും സമ്പത്ത് കൊണ്ടിട്ട് എന്താ ഇവിടെ കുറേ പാവത്തെ ഇവിടെ കുറേ ദീൻ്റെ ആവശ്യത്തെ ഇങ്ങനെല്ലാം ചെലവാക്കി അങ്ങ് വിട്ടിട്ട് നമുക്ക് വലിയ പ്രതിഫലമുണ്ട്, അങ്ങ് ഉന്നത സ്ഥാനത്തേക്ക് എത്തുന്നത്. അതെ, യമീനിഹി അവൻ വലഭാഗത്തും മാനസിമാലാൻ്റെ ഇടഭാഗത്തും അമ്മീൻ ഖൽഫാൻ്റെ പിൻഭാഗത്തും, ഇതെല്ലാം ആൾമാർക്ക് സദക്കയാക്കിയിട്ടും നല്ലതൊക്കെ ചെലവാക്കിയിട്ട് തീർത്തേങ്ങ. എന്നിട്ട് നബി തങ്ങ ചൊല്ലുക കലീലും മാഹും അങ്ങ് ഭാര്യ കൊറടി, അങ്ങനത്തെ ഭാര്യ കൊറടി. സുമ്മക്കാൽ എന്നിട്ട് നബി തങ്ങ ചെന്തലി നണ്ടിട്ട് മക്കാനക്ക് ഉടമെ നിൽക്കണം, ലാ തബറ ഹത്ത ആത്തിയക്ക ആ ബണ്ടെടുത്തോളൂ ഉണ്ടെ പന്തോ തീരാണ്. സുമ്മന്തരക്ക പിന്നെ നബി തങ്ങ പോയിത്ത് ഫീ സവാദിൽ ലൈലി ജാവുടെ ആ ചിമ്മൽ ഹത്താ തവാറ നബി തങ്ങൾ മറിഞ്ഞിത്ത്. ഇത് ജാവായിട്ട് നബി നടന്നു പോയത്. അപ്പൊ നബി തങ്ങൾ അപ്പാറ പോയിട്ട് നക്ക് കാണില്ല. ഫസമിയത്തു സൗത്തൻ കതിർത്തഫ, ഒരു ശബ്ദം ഞാൻ കേട്ട കതിർത്തഫ അത് ഉയർന്നിരിക്കുന്നു എന്ന് ഒരു ശബ്ദം ഇങ്ങനെ ബണ്ടത് കേട്ട് നക്ക് ഒരു ശബ്ദം ഇങ്ങനെ പൊട്ടി പുറപ്പെട്ടത്. ഫതഖവഫ്തു നാ പേടിച്ച അയ്യകൂന അഹദുൻ അറദലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഈ ജാവു ചിമ്മ പുറത്തന്നെ പോയില്ലേ, അപ്പൊ ആരെങ്കിലും നബിക്ക് എന്തെങ്കിലും വന്നിട്ട് ഉപദ്രാക്കാറാ എന്നതിൽ ഞാൻ ഭയപ്പെട്ടു പോയി. ഫഅറത്തു ഞാൻ ഉദ്ദേശിച്ച ആദ്യവും നബിയുടെ മുട്ട പോവല്ലേ. ഫദക്കർത്തു കൗലഹു, അപ്പ ನಾನು നബിയുടെ പലക്കത്തെ ഓർത്തെ. ഏത് പലക്ക? ലാ തബറ ഹത്ത ആദ്യക്ക, ബണ്ട ഉടുത്തോളുടെ അനുമതി തീരാൻ ചൊന്നില്ല ആ പലക്ക ഞാൻ കേട്ടെ, ഞാൻ ഓർത്തെ പോയില്ലേ. ഫലം അബറ ഹത്ത അതാനി, നബി തങ്ങ ബണ്ട ഉടുത്തോളം ഞാൻ അവിടെ മെയിന്നെ. ഫക്കുൽത്തു നാ ചൊന്ന ലഖദ് സമയത്തു നാ കേട്ട സൗത്തൻ ഒരു ശബ്ദത്തെ തഖവഫ്തു മിൻ, ആ ശബ്ദത്തിൽ നിന്ന് ഞാൻ പേടിച്ചു പോയ നബിയെ. ഫദക്കർത്തു ലഹു, നാ നബിയുടെ അഭിഷേചന. ഫഖാല, അപ്പ നബി തങ്ങ എടുത്തു വഹൽ സമയത്ത, നീ അത് കേട്ടേ, നിക്ക് കേട്ട ആ ശബ്ദം? കുൽത്തു നാം, അതെ. കാല അപ്പ നബി തങ്ങ ചെന്ന് ദാക്ക ജിബ്രീൽ, അത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നതായിട്ട്. അത്താനി നന്റെ മുട്ട വന്ന്. ഫഖാൽ എന്നിട്ട് ചെന്ന് മൻ മാത, ഒത്തം മരിച്ചാൽ, മിൻ ഉമ്മത്തിക്ക നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ഒത്തം മരിച്ചാൽ, ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ, അള്ളാഹിനെ കൊണ്ട് ഒന്നിനെയും ശിർക്ക് വെച്ചിട്ടില്ല, നല്ല ഈമാനോട് കൂടി മരിച്ച, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ച. കുൽത്തു നാ കേട്ട വൈൻ സന, അവൻ വ്യഭിചരിച്ചാലും, വൈൻ സറക്ക അവൻ കട്ടാലും, അവൻ കട്ടിട വ്യഭിചരിച്ചാൽ ആയെങ്കിൽ അവൻ സ്വർഗത്തിൽ പോണന. കാല അപ്പ നബി തങ്ങ ചെന്ന് അത് ജിബ്രീൽ അലൈഹിസ്സലാം ചെന്ന് വൈൻ വൈൻ സന വൈൻ സറക്ക, അവൻ വ്യഭിചരിച്ചാലും അവൻ കട്ടാലും. മുത്തഫഖൻ അലൈഹി വഹദാ ലഫ്ദുൽ ബുഖാരി. അപ്പം അതിൻ്റെ അർത്ഥം വ്യഭിചരിച്ചെങ്കിൽ കട്ടെങ്കിൽ ചൊന്നതിൻ്റെ അർത്ഥം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ദോഷങ്ങളെ പുറത്തു തണ്ട. ഈമാനുണ്ടോ എന്നവൻ സ്വർഗത്തിൽ എത്ര. പക്ഷെ തെറ്റ് ചെയ്തെങ്കിൽ അള്ളാഹു ദോഷങ്ങളെ പുറത്തില്ലെങ്കിൽ അവൻ നരകത്തിൽ അത്ര ശിക്ഷ അനുഭവിച്ച് സ്വർഗത്ത് പറഞ്ഞു. ഈമാനുണ്ടോ എന്നവനക്ക് സ്വർഗത്തെത്തുകൾ എല്ലാ തെരുവുമുണ്ട്. ഈമാൻ ഇല്ലെങ്കിലോ സ്വർഗത്തെത്തുകാവില്ല. അപ്പോൾ ഇവിടെ ഈമാൻ ഇന്ത്യൻ കണ്ടെങ്കിൽ രക്ഷപ്പെടുകയുള്ള എല്ലാ തെരുവുമുണ്ട്. അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുക, ദോഷങ്ങൾക്ക് തൗബ ചെയ്ത് മടങ്ങുക ആയിപ്പോയത്. അപ്പോൾ ഈമാൻ സൂക്ഷിച്ചോളണം. ഈമാൻ എന്നെങ്കിൽ നാളെ അള്ളാഹുടെ കൊണ്ടും റസൂലിനെ കൊണ്ടും വിശ്വസിക്കേണ്ട ആ വിശ്വാസ രീതി, ആ ആശയം, ആ വിശ്വാസം, അത് നിമിത്തങ്ങൾ പടിപാട്ടി ആ വിശ്വാസം ആശയം മനസ്സിലുണ്ടാവും. അതൊക്കെ ധക്ക പറവ് തീര, അതൊക്കെ കുറവ് പറവ് തീര. അപ്പം ഈമാനെന്നെങ്കിൽ അവൻ സ്വർഗത്ത് കടക്കറ എന്നുള്ളത്. അപ്പം അള്ളാഹു ചെയ്ത ദോഷങ്ങളൊക്കെ പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വർഗത്ത് കടന്നിട്ടായി. അതേ സമയത്ത് പുറത്ത് തന്നില്ലെങ്കിലോ ആ അത്ര ശിക്ഷ അവൻ അനുഭവിച്ച് സ്വർഗത്ത് കടക്കും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മളൊക്കെ ഈമാൻ സലാമത്താക്കട്ടെ, ആഖിബത്തിൽ നന്നാക്കി തരട്ടെ, സാലിഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. കാതോർക്കൽ എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.